അപ്പോൾ മക്കളെ, ഈ അടിപൊളി ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ? വളരെ ഈസിയാണ്, വളരെ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ചട്ടി ചൂടാകുമ്പം അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഉലുവ നല്ലപോലെ പൊട്ടട്ടെ. ഉലുവ പൊട്ടുമ്പം നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി ആഡ് ചെയ്യാം. ചുവന്നുള്ളി ഞാൻ ഇങ്ങനെ 2 പീസാക്കിയിട്ട് നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5-6 ചുവന്നുള്ളിയാണ്. അധികം ഉള്ളിയും അധികം അങ്ങനെ മസാല ഐറ്റംസ് ഒന്നും ചേർക്കണ്ട. ഇനി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്തിട്ട് ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നല്ലപോലെ വാടുമ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് 7 മിനിറ്റ്സോളം നമ്മളിത് വെക്കുമ്പം ഈ ചെമ്മീനിൻ്റെ അകത്ത് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു ഫോമിൽ നമുക്ക് നമ്മുടെ അരപ്പൊഴിക്കണം ഇതിനകത്തോട്ട്. അരപ്പുണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ്. ഈ തേങ്ങയിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക്, അതുപോലെ തന്നെ മല്ലി, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റാക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് നമ്മുടെ ചെമ്മീനിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ വെള്ളമെല്ലാം ആഡ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒരു തിളക്കട്ടെ, ഒരു 10 മിനിറ്റ് തിളക്കട്ടെ. എന്നിട്ട് ഇത് കറി കുറച്ചൊരു കുറുകിയ പോലെ ആയിരിക്കണം, അധികം വെള്ളം പോലെയല്ല കേട്ടോ. ഈ കറി ഉണ്ടല്ലോ, പൊറോട്ട, അതുപോലെ ഒറോട്ടി, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെയും അടിപൊളിയാണ്, വളരെ ഈസിയാണ്. ട്രസ്റ്റ് മീ, സൂപ്പറാണ്. കാരണം ഞാൻ ഗസ്റ്റ് വരുമ്പോൾ മെയിൻലി കൊടുക്കുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വെറൈറ്റി ഡിഷസ് ആയിട്ട് ഞാൻ ഇനിയും വരാം. ബൈ.